വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ 9 വർഷം. 2025 ഫെബ്രുവരി 18 പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അതിൻ്റെ 9ാം വാർഷികം ആഘോഷിച്ചു. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഈ പദ്ധതി കർഷകരുടെ വരുമാനം സ്ഥിരപ്പെടുത്തുന്നതിനും നൂതന കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ഉപകരണമായി മാറിയിരിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്ക് 9ാം വാർഷികം ആഘോഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്സ്യ 6000 വിജയകരമായ പരീക്ഷണം. ഇന്ത്യയുടെ ഡീപ്പ് ഓഷ്യൻ മിഷനായിട്ടുള്ള മത്സ്യ 6000 സബ്മർസിബിളിൻ്റെ വികസനത്തിൽ മുന്നേറുകയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി സമുദ്ര പര്യവേഷണത്തിൽ ഇന്ത്യയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത്. മത്സ്യ 6000 ഒക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അടുത്തിടെ ഡൽഹിയിൽ ഒരു ആഴം കുറഞ്ഞ ഭൂകമ്പം അനുഭവപ്പെട്ടു. അത് അതിൻ്റെ ഭൂകമ്പ സാധ്യതകളെ സൂചിപ്പിക്കുന്നു. അതിനെ തുടർന്ന് ബീഹാർ, ഒഡീഷ, സിക്കിം വരെ ചെറിയ ഭൂകമ്പങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ഉണ്ടായ 4.0 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഹിമാലയൻ ഭൂകമ്പം ഡൽഹിയിലെ ഭൂകമ്പം എന്ന ആശങ്ക വീണ്ടും ഉണർത്തിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും അടുത്തിടെ അണ്ടർ വാട്ടർ ഡൊമെയ്ൻ അവബോധത്തിൽ സഹകരണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടൺ സന്ദർശന വേളയിലാണ് ഈ ശ്രദ്ധ ഉയർന്നുവന്നത്. അവിടെ അവർ ഓട്ടോണമസ് സിസ്റ്റംസ് ഇൻഡസ്ട്രി അലയൻസ് പ്രഖ്യാപിച്ചു. ഈ സംരംഭം മെച്ചപ്പെടുത്താനായിട്ട് ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇന്ത്യ അമേരിക്ക അടുത്തിടെ എന്ത് ചെയ്തു? ഒരു അണ്ടർ വാട്ടർ ഡൊമെയ്ൻ അവബോധത്തിൽ സഹകരണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പങ്കെടുത്ത യോഗം നടന്നു. വിരമിക്കാൻ പോകുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ പിൻഗാമിയെ നിയമിക്കുന്നതിനാണ് ഈ യോഗം വിളിച്ചത്. അപ്പോൾ ആരാണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ പ്രൊപ്പലൻ്റ് മിക്സർ ISRO വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ISRO വികസിപ്പിച്ചെടുത്തൊരു സംഭവമാണ് ഏറ്റവും വലിയ വെർട്ടിക്കൽ പ്രൊപ്പലൻ്റ് മിക്സർ എന്ന് പറയുന്നത്. ബഹിരാകാശ മേഖലയിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന പുരോഗതി കൈവരിച്ചു എന്നാണ് പറയുന്നത്. നഗരവാസികളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള നാഷണൽ ജിയോസ്പേസ് നോളജ് അധിഷ്ഠിത ലാൻഡ് സർവേ എന്ന പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചതാണ്. അപ്പോൾ അർദ്ധനഗര പ്രദേശങ്ങളിലെ ഭൂരേഖകൾ സൃഷ്ടിക്കുന്നതിനും പുതുക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു എന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ആണ് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തത്. വന്യജീവി സംരക്ഷണത്തിൽ കൃത്രിമ ബുദ്ധിയുടെ സംയോജനം വേട്ടയാടൽ വിരുദ്ധ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തി. സാങ്കേതിക വിദ്യയിലെ സമീപകാല പുരോഗതി വേട്ടയാടൽ സംഭവങ്ങൾ കുറയ്ക്കാൻ കാരണമായി. ഒഡീഷയിലെ സിമിലിപാൽ കടുവ സംരക്ഷണ കേന്ദ്രം. അപ്പോൾ സിമിലിപാൽ കടുവ സംരക്ഷണ കേന്ദ്രം ഒഡീഷയിലാണ്. അവിടുത്തെ വന്യജീവികളിൽ AI എങ്ങനെ സഹായിക്കുന്നു എന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ്. അപ്പോൾ വന്യജീവി സംരക്ഷണത്തിൽ എന്ത് ചെയ്യുന്നു? കൃത്രിമ ബുദ്ധി, അതായത് AI ഒക്കെ എന്ത് ചെയ്യുന്നു? സംയോജനം നടത്തി എന്നാണ് പറയാം. അത് ഈ സിമിലിപാൽ കടുവ സംരക്ഷണ കേന്ദ്രത്തിലൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന 2025 ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് 11ാമത് റിവിഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് ആഗോളതലത്തിൽ ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഭാഷ സ്റ്റാൻഡേർഡ് ചെയ്യുക എന്നതാണ് ഈ പതിപ്പിൻ്റെ ലക്ഷ്യം. അപ്പോൾ ലോകാരോഗ്യ സംഘടനയാണ് ഒരു ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിൻ്റെ 11ാമത് റിവിഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറാണ് യുണൈറ്റഡ് കിങ്ഡമാണ്. അപ്പോൾ ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി ഉക്രൈൻ എന്ത് ചെയ്തു? ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് യുണൈറ്റഡ് കിങ്ഡമാണ് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഹ്രസ്വദൂര ഭീഷണികളെ, പ്രത്യേകിച്ച് വേഗത്തിൽ ചലിക്കുന്ന വായുവിലെ വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഇത് ലക്ഷ്യമിടുന്നു. മിസൈലുകൾക്ക് മാക് 2.5 എത്താനും 12 മൈൽ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുമൊക്കെ കഴിയും. അതുപോലെ ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, താഴ്ന്ന പറക്കുന്ന വിമാനങ്ങളൊക്കെ ഇത് ഫലപ്രദമാണ്. അപ്പോൾ ഈ ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? അത് യുണൈറ്റഡ് കിങ്ഡമാണ്.
കദാർണിയാഘട്ട് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിക്കടുത്തുള്ള ഈ കദാർണിയാഘട്ട് വന്യജീവി സങ്കേതത്തിൽ 45-50 വയസ്സ് പ്രായമുള്ള ഒരു ആൺ ആനയുടെ ജഡം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കദാർണിയാഘട്ട് എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലാണെന്നുള്ളത്. ഉത്തർപ്രദേശിലെ അപ്പർ ഗംഗാ സമുദ്രത്തിലെ സംരക്ഷിത പ്രദേശമാണ് ഇത്. അപ്പോൾ ഇത് 1987 എന്ത് ചെയ്തു, പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുന്നു. അടുത്തിടെ വാർത്തകളിൽ കണ്ട അഞ്ചാം രോഗം ഏത് രോഗകാരി മൂലമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ PSCയിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അഞ്ചാം പനി എന്നുള്ളത് ഏത് തരത്തിലുള്ള രോഗമാണെന്ന് ചോദിച്ചാൽ അത് വൈറസാണ് അഞ്ചാം പനി. വളരെ പകർച്ചവ്യാധിയായ അഞ്ചാം പനി US-ൽ പ്രത്യേകിച്ച് ടെക്സസിൽ കുറഞ്ഞ വാക്സിനേഷൻ നിരക്കുകളും അന്താരാഷ്ട്ര യാത്രയും കാരണം വീണ്ടും പകരുന്നു എന്ന് പറയുന്നു. പാരാമിക്സോ വൈറസ് മൂലമുണ്ടാകുന്ന വായുവിലൂടെ പകരുന്ന രോഗമാണ്. അപ്പോൾ ഇത് ഏത് വൈറസ് ആണെന്ന് ചോദിച്ചാൽ പാരാമിക്സോ വൈറസ് മൂലമുണ്ടാകുന്നു. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ ഇത് പകരുന്നു. ഇത് ശ്വാസകോശ ലഘുലേഖയെ ബാധിക്കുകയും ഗുരുതരമായ സങ്കീർണതയ്ക്കും മരണത്തിനൊക്കെ കാരണമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അഞ്ചാം പനി എന്നുള്ളത് വൈറസാണ്. ഏത് വൈറസാണെന്ന് ചോദിച്ചാൽ പാരാമിക്സോ വൈറസാണ്. എല്ലാ വർഷവും ആഗോള ടൂറിസം പ്രതിരോധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 17 ടൂറിസം പ്രതിരോധ ദിനം. ടൂറിസം മേഖലയുടെ പ്രതിരോധ ശേഷിയും പൊരുത്തപ്പെടലും എടുത്തു കാണിക്കുന്നതിനായി എല്ലാ വർഷവും ഫെബ്രുവരി 17 ആഗോള ടൂറിസം പ്രതിരോധ ദിനം ആചരിക്കുന്നു. തിരിച്ചടികളിൽ നിന്ന് കരകയറാനും സാമ്പത്തിക വളർച്ച, സാംസ്കാരിക കൈമാറ്റം, സുസ്ഥിരത എന്നിവയെ പിന്തുണയ്ക്കാനും കഴിയുന്ന ശക്തമായ ടൂറിസം വ്യവസായത്തിൻ്റെ പ്രാധാന്യം ഈ ദിനം ഊന്നിപ്പറയുന്നു. 2025 ബ്രിക്സ് ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ബ്രസീലാണ് ആൻസർ. അപ്പോൾ 2025 ജൂലൈ 6-7 തീയതികളിലാണ് ഈ റിയോ ഡി ജനീറോയിൽ ബ്രസീൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്ന് പറയുന്നു. അപ്പോൾ 2025 അധ്യക്ഷൻ എന്ന നിലയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനും ആഗോള ദക്ഷിണ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ സഹകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബ്രസീൽ ലക്ഷ്യമിടുന്നത്. 2009 ഈ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവർ ചേർന്ന് എന്തായത് ബ്രിക്സ് സ്ഥാപിച്ചത് 2009. 2010 ദക്ഷിണാഫ്രിക്കയും കൂടി ചേർന്നു. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ 11 പൂർണ്ണ അംഗങ്ങളുണ്ടെന്ന് പറയുന്നു. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, UAE, എത്യോപ്യ, ഇറാൻ ആൻഡ് ഇന്തോനേഷ്യ. ഈ അംഗങ്ങളും പഠിക്കണം. ഇതെന്നാണ് ഫോം ചെയ്തത്? 2025 വേദിയാണ് ബ്രസീൽ. യൂസ്ഫിയർ പദ്ധതിയുമായി ഊരാളുങ്കൽ സൊസൈറ്റി സ്വകാര്യ മേഖലയിലേക്ക്. പരിസ്ഥിതി സൗഹൃദ പ്രീ ഫാബ് ടെക്നോളജി അധിഷ്ഠിത കെട്ടിട നിർമ്മാണ സംരംഭമാണത്. അതായത് ശതാബ്ദി വേളയിൽ അത്യാധുനിക പരിസ്ഥിതി സൗഹൃദ പ്രീ ഫാബ് ടെക്നോളജി അധിഷ്ഠിത കെട്ടിട നിർമ്മാണ സംരംഭമാണ് യൂസ്ഫിയർ. ഇത് പ്രഖ്യാപിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അത് സ്വകാര്യ മേഖലയിലേക്ക് പ്രഖ്യാപിക്കുന്നു. സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണ കരാറുകളും അനുബന്ധ ജോലികളും മാത്രം ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്വകാര്യ വാണിജ്യ കെട്ടിട നിർമ്മാണ രംഗത്തേക്ക് ഇത് കടക്കുന്നത് ആദ്യമാണെന്നാണ് പറയുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് കുറവ്. അതായത് കേരളം ഇപ്രാവശ്യം 5ാം സ്ഥാനത്താണ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ-ഡിസംബർ കാലയളവിൽ കേരളത്തിലെ നഗരമേഖലകളിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കാര്യമായ കുറവുണ്ട്. ജൂലൈ-സെപ്റ്റംബറിൽ 10.1% ഇപ്പോൾ 8.6% കുറഞ്ഞിട്ടുണ്ട്. തൊഴിലില്ലായ്മ നിരക്കിൽ രാജ്യത്ത് 5ാം സ്ഥാനത്താണ് കേരളം. കഴിഞ്ഞ പാദത്തിൽ 4ാമതായിരുന്നു. രാജ്യത്തെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് ജൂലൈ-സെപ്റ്റംബറിൽ 8.4 നിന്നിപ്പോൾ 8.1 കുറഞ്ഞിട്ടുണ്ട്. സമുദ്രയാൻ പരീക്ഷണഘട്ടം പിന്നിട്ട മത്സ്യപേടകം. സമുദ്ര അന്തർഭാഗത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഗവേഷണ പദ്ധതിയാണെന്ത് സമുദ്രയാനെന്ന് പറയുന്നത്. അതിന് നിർണായക ഘട്ടം പിന്നിട്ടിട്ടുണ്ട്. ISROയുമായി സഹകരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി തയ്യാറാക്കിയതാണ് മത്സ്യ 6000 പേടകം. അതിൻ്റെ ക്ഷമതാ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.